നമസ്കാരം. ലോക ചെസ് വേദിയിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഒരാളുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിനിയാണ്. വെറും 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്തായാലും ആ വീടിനുള്ളിലാണ് നിൽക്കുന്നത്. ഈ വീട് ഇത്തരത്തിലിങ്ങനെ ട്രോഫിയും അതുകൂടാതെ മെഡലുകളുമായി ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 6ാം ക്ലാസ്സുകാരിയാണ്. ഇത്തരത്തിൽ ഈ ഒരു ചെറിയ പ്രായത്തിലും വലിയ നേട്ടം, അതായത് ലോകത്തിൽ തന്നെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചെസ് കളിക്കുവാനായി ഇത്തരത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇന്ത്യക്ക് വലിയ അഭിമാനമാണ്. ആ കുട്ടിയുടെ വിശേഷമാണ് ഇന്ന് മറുനാടൻ പങ്കുവയ്ക്കുന്നത്. ജോർജിയയിലെ ബത്തൂമിൽ നടന്ന ഫിഡെ അണ്ടർ 12 ഗേൾസ് വേൾഡ് കപ്പ് 2026 കിരീടം നേടിയിരിക്കുകയാണ് ദിവി. 11 റൗണ്ടുകളിൽ നിന്ന് 9 പോയിന്റ് നേടി ദിവി 7ാം റൗണ്ട് മുതൽ ലീഡ് നിലനിർത്തിയാണ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത്. അവസാന റൗണ്ടിൽ റഷ്യയുടെ അലിസ യങ്കറിനെതിരെ സമനില നേടിയതോടെയാണ് കിരീടം ഉറപ്പിച്ചത്. ലോകത്തെ 90 പ്രമുഖ ബാലതാരങ്ങൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചായിരുന്നു ദിവ്യയുടെ നേട്ടം. ബട്ടൂമിലാണ് ജോർജിയ. ആർക്കെതിരെയായിരുന്നു? വേൾഡ് കപ്പ് കാഡറ്റ് 2026 അണ്ടർ 12 ഗേൾസ് കാറ്റഗറി. ഏത് രാജ്യത്തിനെതിരെയായിരുന്നു മത്സരിച്ചത്? അങ്ങനെയില്ല, എല്ലാ രാജ്യവും. ഏറ്റവും ലാസ്റ്റ് മത്സരം നേരിട്ടത് ഏത് രാജ്യത്തിനായിരുന്നു? ഫിഡെ എന്ന് പറയും. ഫിഡെ. ഓക്കെ. എത്രാം ക്ലാസ് മുതൽ ചെസ് കളിക്കാൻ തുടങ്ങി? 2ാം ക്ലാസ്. വീട്ടിൽ വേറെ ആരെങ്കിലും കളിക്കുമോ? എൻ്റെ ചേട്ടൻ കളിക്കും. എങ്ങനെയാണത് ഈ ചെസ്സിലേക്ക് ക്രൈസ് തോന്നാനുള്ള കാരണം എന്താണ്? ആദ്യം ചേട്ടൻ ഇച്ചിരി ചെസ് കളിക്കുന്നുണ്ട്, അപ്പം എന്നെയും കൂടി. ഓക്കെ. അച്ഛനുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അച്ഛൻ പറയും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് എത്ര മത്സരങ്ങൾ മത്സരിച്ചു? സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് കൗണ്ട്. പക്ഷെ മോക്ക് 24 മെഡൽസ് ഇതുവരെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുണ്ട്. അതിൽ 13 ഗോൾഡും ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് കളിച്ച മത്സരം ഇപ്പം ഫിഡെ വേൾഡ് കപ്പ് ബട്ടൂമി ജോർജിയ. സ്വർണ്ണ മെഡലായിരുന്നു. അതെ, ചാമ്പ്യനാണ്. മോള് അണ്ടർ 11 കാറ്റഗറിയിലാണ് ഇപ്പം കളിച്ചത്. അണ്ടർ 12 കാറ്റഗറിയിലാണ്. അപ്പോൾ ഒരു വർഷം സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അവിടെ ഗോൾഡ് മെഡൽ കിട്ടി. എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടി. ഇനി അടുത്ത മത്സരം ഞങ്ങൾ ഈ മാസം 15-ാം തീയതി ചൈനയിലോട്ട് ഏഷ്യൻ യൂത്ത് കളിക്കാൻ പോവുകയാണ്. എത്ര സ്വർണ്ണ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്? ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇതുവരെ 13 സ്വർണം. ഇത് 13ാമത്തെ സ്വർണ്ണമാണ് ഇപ്പം വേൾഡ് കപ്പ് കളിച്ചപ്പോൾ കിട്ടിയത്. മോളെ എവിടെയാണ് പഠിക്കുന്നത്? ആലൻഫീൽഡ് പബ്ലിക് സ്കൂൾ, കായക്കോട്ട്. കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? ടീച്ചേഴ്സൊക്കെ എന്ത് പറഞ്ഞു? കൺഗ്രാറ്റ്സ് പറയും. ഫോൺ ഇടയ്ക്ക് വിളിക്കും. ഈ ചെസ്സിന്റെ കോച്ചിങ്ങിനോ മറ്റോ പോകുന്നുണ്ടോ? എവിടെയാ? മാസ്റ്റേഴ്സ് ചെസ് അക്കാഡമി, പിന്നെ ചോള ചെസ് ക്യാമ്പ് ഉണ്ട്. മകൾ എങ്ങനെയാ ഇതിലേക്ക് എത്തിച്ചേർന്നത്? അച്ഛനും കളിക്കും? അച്ഛനും അമ്മയും ആരെങ്കിലും? ഞാൻ ബേസിക്കലി കളിക്കുമായിരുന്നു. പക്ഷേ ഞാൻ അതായത് ഒരു പ്രൊഫഷണൽ പ്ലെയർ ഒന്നും അല്ല. ഓഫീസിലെ ചെറിയ ടൂർണമെൻറ്റ്സിൽ കളിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്തും അവരും ജസ്റ്റ് എന്താണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അവർക്ക് ഉണ്ടായിരുന്നു. അപ്പം മകനാണ് ആദ്യമായിട്ട് ഫീൽഡിലോട്ട് വന്നത്. അപ്പം അവനെ കപ്പാബ്ലാങ്ക എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ പാർട്ട് ഓഫ് ദാറ്റ് അപ്പോൾ അവനെ ഒരു കമ്പനിക്ക് വേണ്ടി അവിടെ അവൻ്റെ അനിയത്തെയും കൂടെ കൊണ്ടുവന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്കും ഒരു മോട്ടിവേഷൻസൊക്കെ ആയി, മെഡലുകൾ കിട്ടുന്നു, അപ്രിഷിയേഷൻ കിട്ടുന്നു. അപ്പം ആൾ ഹാപ്പിയായി. അങ്ങനെ സ്ലോലി പിന്നെ നമുക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ട്രെയിനിങ് കൊടുത്തു തുടങ്ങി. ദിവി അറ്റ് പ്രസൻറ്റ് ചോള ചെസ് എന്നുള്ള ഒരു CSR ആക്ടിവിറ്റീസ് ഉണ്ട് ചോള ഗ്രൂപ്പ്സിൻ്റെ. അപ്പോൾ അവിടെ ഫ്രീ ക്യാമ്പ്സാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് 2022 തൊട്ട് ശ്രീജിത്ത് സാർ മാസ്റ്റേഴ്സ് ചെസ് അക്കാഡമി, പുള്ളിയാണ് മോഡ കോച്ച് ആൻഡ് മെൻറ്റർ. 2025 ഫിഡെ അണ്ടർ 10 ഗേൾസ് വേൾഡ് കപ്പ് നേടിയ ആദ്യ ചാമ്പ്യനായ ദിവി 2025 ലോക അണ്ടർ 10 റാപ്പിഡ് ചാമ്പ്യനുമാണ്. 2025 2026 ദിവ്യയുടെ 3ാമത്തെ ലോക കിരീടമാണിത്. ഈ വിജയത്തോടെ നവംബറിൽ നടക്കുന്ന 8 പേർക്ക് മാത്രം മത്സരിക്കാവുന്ന ഫിഡെ വേൾഡ് കാഡറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ആദ്യ താരമായും ദിവി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ വുമൺ കാൻഡിഡേറ്റ് മാസ്റ്റർ കൂടിയായ ദിവി ഇതുവരെ ഇന്ത്യക്ക് 25 അന്താരാഷ്ട്ര മെഡലുകൾ നേടിക്കൊടുത്തിട്ടുണ്ട്.
ഇതിൽ 13 സ്വർണ്ണ മെഡലുകളുമാണ്. തിരുവനന്തപുരം സ്വദേശിനിയും അലൻ ഫെൽമാൻ പബ്ലിക് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ദിവി വിജേഷിൻ്റെയും പ്രഭയുടെയും മകളാണ്. ചെസ് താരമായ ദേവ്നാഥ് സഹോദരനാണ്. ചോള ചെസ് പദ്ധതിയുടെ പിന്തുണയിലും തിരുവനന്തപുരം മാസ്റ്റേഴ്സ് ചെസ് അക്കാദമിയിലെ പരിശീലകൻ ശ്രീജിത്ത് GSൻ്റെയും മാർഗനിർദ്ദേശത്തിലുമാണ് ദിവി ലോക ചാമ്പ്യൻ പട്ടത്തിലേക്ക് എത്തിയത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.